ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കളല്ലാത്തവർ അംഗങ്ങളാവേണ്ടതുണ്ടോ? ഒരിക്കലും വേണ്ട. മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പുവരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അത്തരം ഒരു തീരുമാനത്തെ മതേതര മനസ്സുള്ളവർ ഒന്നടങ്കം എതിർക്കും. ഉദാഹരണത്തിന് ദേവസ്വം ബോർഡിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പ്രാതിനിധ്യം വേണമെന്ന് ഒരു തീരുമാനം സർക്കാർ തലത്തിൽ എടുത്താൽ പോലും യഥാർത്ഥത്തിൽ ആദ്യം അതിനെ എതിർക്കാൻ പോകുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. വിദ്വേഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് അത് വോട്ടാക്കി മാറ്റുന്നവരാണ് സംഘപരിവാറുകാർ. ആ ഉദ്ദേശത്തോടെയാണ് രാജ്യത്ത് 1995 വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ 2025 മോദി സർക്കാർ തീരുമാനിച്ചത്. വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങൾ പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്നതടക്കമുള്ള മുസ്ലിം വിരുദ്ധ ഭേദഗതികളാണ് അവരതിൽ ഉൾപ്പെടുത്തിയത്. അതിനെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ളവർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആ കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ ഇപ്പോൾ കേരളത്തിൽ അതേ കോൺഗ്രസും മുസ്ലിം ലീഗും ഭരിക്കുമ്പോൾ മോദി സർക്കാർ വരുത്തിയ വഖഫ് ഭേദഗതി ഞങ്ങൾ അംഗീകരിക്കാമേ എന്ന് സമ്മതിക്കുന്ന തരത്തിലേക്ക് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറഞ്ഞ പോലെ സംഘപരിവാറിനെ തോൽപ്പിക്കുന്ന സംഘി നിലപാടാണ് ഇന്ന് UDF സർക്കാർ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ വിഷയത്തിൽ വഖഫ് ചുമതലയുള്ള ലീഗിന്റെ മന്ത്രി N ഷംസുദ്ദീനും മുസ്ലിം ലീഗും പറഞ്ഞ പെരുന്നുണകളെ വസ്തുത നിരത്തി പൊളിച്ചടുക്കുന്നുണ്ട് റിപ്പോർട്ടർ TVയിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ PR സുനിൽ. അതിനിടയിൽ UDF സർക്കാരിനെ ന്യായീകരിക്കാൻ വന്ന സ്മൃതി പരുത്തിക്കാടിനും കിട്ടി ആവശ്യത്തിന്. ഒരു സിനിമയിൽ ഒരു ജഡ്ജി ചോദിക്കുന്നുണ്ട്, PP എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഏതാണ്ട് ആ നിലയിലാണ് കാര്യങ്ങൾ. നമുക്ക് സംസ്ഥാന സർക്കാർ ഈ വഖഫ് നിയമം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയത് 2025 2025 ഏപ്രിൽ 4 പാർലമെന്റ് ഈ നിയമം പാസ്സാക്കുന്നത്. 2025 ഏപ്രിൽ 5 രാഷ്ട്രപതി നിയമം ഒപ്പുവയ്ക്കുന്നു. ഏപ്രിൽ 7 മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. തൊട്ടു പിന്നാലെ കോൺഗ്രസ് പാർട്ടി സുപ്രീം കോടതിയെ സമീപിക്കുന്നു. കോൺഗ്രസിന്റെ 3 MP സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നുണ്ട്. അങ്ങനെ 70 ഹർജികളാണ് വഖഫ് നിയമം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ആ ഹർജികളിലൊക്കെ തന്നെ പറഞ്ഞത് ഈ വഖഫ് നിയമം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, അതുകൊണ്ട് ഇത് നടപ്പാക്കാനാകില്ല, ഇത് മതസ്വാതന്ത്ര്യത്തിനെതിരാണ്, ഭരണഘടന അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 14, 25, 26 അനുച്ഛേദങ്ങളുടെ ലംഘനമായതുകൊണ്ട് ഈ നിയമം റദ്ദാക്കണം. ഇതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. അന്നത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം, മുസ്ലിം ലീഗിൻ്റെ ആവശ്യം, കോൺഗ്രസിൻ്റെ ആവശ്യം, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ആവശ്യം, കോൺഗ്രസ് MP ആവശ്യം. ആ ആവശ്യം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ആ കേസിൽ സുപ്രീം കോടതി ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അതിനിടയിലാണ് കേരളത്തിൽ കഴിഞ്ഞ LDF സർക്കാർ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നത്. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുമ്പോൾ ഈ വഖഫ് നിയമത്തിലെ ഏറ്റവും വിവാദ വ്യവസ്ഥ എന്ന് പറയുന്ന വകുപ്പ് 14, ആ വകുപ്പ് 14 പറയുന്നത് മുസ്ലിം ഇതര അംഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണം. 2 അംഗങ്ങൾ വേണം. മുസ്ലിം അല്ലാത്ത 2 അംഗങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണം. അത് നടപ്പാക്കാനാകില്ല എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. അപ്പോൾ ആ മുസ്ലിം അല്ലാത്ത 2 അംഗങ്ങളെ ഉൾപ്പെടുത്താതെ വഖഫ് ബോർഡ് സംസ്ഥാന സർക്കാർ, അന്നത്തെ സർക്കാർ ഫെബ്രുവരി മാസത്തിൽ 2020 ഫെബ്രുവരി മാസത്തിൽ പുനഃസംഘടിപ്പിക്കുന്നു. അങ്ങനെ പുനഃസംഘടിപ്പിക്കുന്നു. അതിൻ്റെ ചെയർമാൻ ആദ്യത്തെ ചെയർമാൻ ഷമീറ ആയിരുന്നു. പിന്നെ അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുകൊണ്ട് ഇപ്പോൾ ഹംസയെ പുതിയ ചെയർമാനായി നിയമിക്കുന്നത്. അപ്പോൾ അതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിയമം കേരള സർക്കാർ നടപ്പാക്കിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഷോൺ ജോർജ് കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നത്. കേരള ഹൈക്കോടതി പിന്നീട് കേരള സർക്കാരിനോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിയമം കൃത്യമായി നടപ്പാക്കാത്തതെന്ന ചോദ്യം ചോദിക്കുന്നു. സ്വാഭാവികമായും നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് കേരള സർക്കാർ കേരള ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് പറയും, ഈ കേസ് സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്, ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആയതുകൊണ്ട് സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനത്തിന് അനുസൃതമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അതാണല്ലോ സംസ്ഥാന സർക്കാർ നിയമപരമായിട്ടും രാഷ്ട്രീയമായും കേരള ഹൈക്കോടതിയിൽ പറയേണ്ടത്. കാരണം ഈ നിയമം നടപ്പാക്കാനാകില്ല എന്നത് നിയമപരമായ ഡിസിഷൻ അല്ല, അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. അത് കേരള സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനമാണ്. കേരള സർക്കാർ നിയമസഭയിൽ ഈ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഈ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയതാണ്. ഇവിടെ ഈ സർക്കാരിൽ മന്ത്രിമാരായിരിക്കുന്ന കോൺഗ്രസിൻ്റെ അന്നത്തെ MLA-മാരും ലീഗിൻ്റെ അന്നത്തെ MLA-മാരും ഒക്കെ ഉൾപ്പെട്ട നിയമസഭയാണ് കേന്ദ്ര നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയത്. അപ്പോൾ ആ നിയമം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ ഈ ഷോൺ ജോർജിൻ്റെ ഹർജിയിൽ കേരള സർക്കാർ നൽകിയിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് തന്നെ പറയാം. അതിലിങ്ങനെയാണ് കേരള സർക്കാർ, ഈ പുതിയ സർക്കാർ, VD സതീശൻ സർക്കാർ കേരള ഹൈക്കോടതിയിൽ പറയുന്നത്, ഗവൺമെന്റ് ഈസ് പ്രിപ്പയർഡ് ടു റീകോൺസ്റ്റിറ്റ്യൂട്ട് ദ ബോർഡ് സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14 ഓഫ് വഖഫ് ആക്ട്. എന്ന് പറഞ്ഞാൽ
14-ാം വകുപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് അത് ഞങ്ങൾ നടപ്പാക്കാൻ പോവുകയാണ്, തയ്യാറാണ് എന്ന് കേരള ഹൈക്കോടതി അറിയിക്കുകയാണ്. ഈ വിഷയത്തിൽ സുപ്രീം കോടതി അന്തിമ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതി അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഈ നിയമം നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് കേരള ഹൈക്കോടതി അറിയിക്കുകയാണ്. നോക്കൂ, ഒരു സത്യവാങ്മൂലം എങ്ങനെയാണ് കേരള ഹൈക്കോടതിയിൽ എത്തുന്നത്? ഒരു സത്യവാങ്മൂലം കേരള ഹൈക്കോടതിയിൽ എത്തണമെങ്കിൽ കേരള ഹൈക്കോടതിയിൽ നിന്നൊരു നോട്ടീസ് കിട്ടിയാൽ ആദ്യം അതിൻ്റെ വകുപ്പ് ഈ വിഷയം അറിയും. അപ്പോൾ ഈ വകുപ്പ് വിഷയം അറിയുമ്പോൾ ഒരു സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനം സർക്കാരിനെ അറിയിക്കും, അതല്ലെങ്കിൽ വകുപ്പ് സെക്രട്ടറി അറിയിക്കും, വകുപ്പ് സെക്രട്ടറി അത് മന്ത്രിയെ അറിയിക്കും. അപ്പോൾ ആ മന്ത്രി പറയും സത്യവാങ്മൂലം തയ്യാറാക്കാൻ. അങ്ങനെ അതിൻ്റെ ഒരു കരട് തയ്യാറാക്കും. ആ കരട് പിന്നീട് വരുന്നത് നിയമവകുപ്പിലേക്കാണ്. കാരണം നിയമവകുപ്പാണല്ലോ സത്യവാങ്മൂലം തയ്യാറാക്കേണ്ടത്. നിയമവകുപ്പും ഒപ്പം തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പും കൂടിയാലോചിച്ച് ഒരു സത്യവാങ്മൂലം നിയമവകുപ്പ് സെക്രട്ടറിയുടെ കൈകളിലേക്ക് വരും. അത് നിയമവകുപ്പ് സെക്രട്ടറി നേരെ അറിയിക്കുന്ന പിന്നെ ആരെയാണ്? മന്ത്രിയെയാണ്, വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ നിയമമന്ത്രിയും വകുപ്പ് മന്ത്രിയും ഒക്കെ തന്നെ അറിഞ്ഞുകൊണ്ട് ആ സത്യവാങ്മൂലം പരിശോധിച്ച് അതിന് അന്തിമ അനുമതി നൽകിയ ശേഷം പിന്നീട് ആ സത്യവാങ്മൂലം നേരെ അതിനു മുൻപ് ഒരു പ്രോസസ്സ് കൂടിയുണ്ട്, നിയമോപദേശം തേടുക എന്നത്. അപ്പോൾ അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം തേടും, അതിനുശേഷമാണ് ഒരു അന്തിമ അംഗീകാരം നൽകുന്നത്. പിന്നീടാണ് ഈ സത്യവാങ്മൂലം അല്ലെങ്കിൽ ഒരു ഹർജി ഹൈക്കോടതി പ്ലീഡറുടെ കൈകളിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് അത് കോടതിക്ക് മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ മന്ത്രി അറിയാതെ, വകുപ്പ് മന്ത്രി അറിയാതെ, ബന്ധപ്പെട്ട വകുപ്പിൻ്റെ മന്ത്രി അറിയാതെ ഇങ്ങനെയൊരു സത്യവാങ്മൂലം കേരള ഹൈക്കോടതിയിൽ എത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് വകുപ്പ് മന്ത്രി പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, ഇങ്ങനൊരു കേസുണ്ടോ, എന്താണ് ഇത് സംബന്ധിച്ച് പ്രതികരിക്കാനില്ല എന്ന് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറയുന്നു. ഈ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയായ എൻ ശംസുദ്ദീൻ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ല എന്ന് പറയുന്നു. നോക്കൂ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിന് എന്താണ് സംഭവിക്കുന്നത്? കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിന് എന്താണ് സംഭവിക്കുന്നത്? ദേശീയ തലത്തിൽ നിങ്ങൾ എന്തിനൊക്കെയാണോ ശക്തമായി എതിർക്കുന്നത് അതിനെയെല്ലാം കേരളത്തിൽ അധികാരത്തിൽ വന്ന ശേഷം കോൺഗ്രസിൻ്റെ സർക്കാർ ദുർബലപ്പെടുത്തുന്നു, ലീഗിൻ്റെ സർക്കാർ ദുർബലപ്പെടുത്തുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് ഒരു ലീഗിൻ്റെ നേതാവ് പറയുന്നത് കേട്ടു, കേന്ദ്ര നിയമം നടപ്പാക്കിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് പിരിച്ചുവിടും, ഭരണഘടനാ പ്രകാരം സംസ്ഥാന സർക്കാരിന് പിരിച്ചുവിടും കേന്ദ്ര സർക്കാർ, കേന്ദ്ര നിയമം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥമാണ്. ശരിയാണ്, ഭരണഘടന അനുശാസിക്കുന്നത് പ്രകാരം കേന്ദ്ര നിയമം നടപ്പാക്കാൻ സംസ്ഥാനത്തിന് ബാധ്യതയുണ്ട്. പക്ഷേ എല്ലാ കേന്ദ്ര നിയമങ്ങളും എല്ലാ കാലത്തും സംസ്ഥാനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കേന്ദ്ര നിയമം നടപ്പാക്കാത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടില്ല. SR ബൊമ്മൈ കേസിൽ സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കേന്ദ്ര നിയമം നടപ്പാക്കിയില്ല എന്നതുകൊണ്ട് ഒരു സംസ്ഥാനത്തെയും പിരിച്ചുവിടാനാകില്ല കേന്ദ്ര സർക്കാരിന് എന്ന് SR ബൊമ്മൈ കേസിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു കേന്ദ്ര നിയമം കൊണ്ടുവന്നാൽ ആ കേന്ദ്ര നിയമത്തിനെതിരെ കൂടുതൽ സംസ്ഥാനങ്ങൾ, ഒരുപാട് സംസ്ഥാനങ്ങൾ കൂട്ടമായി എതിർപ്പറിയിച്ച് രംഗത്ത് വന്നാൽ തീർച്ചയായും അവിടെ നിയമപരമായും ഭരണഘടനാപരവുമായ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് പരമോന്നത കോടതിയായി സുപ്രീം കോടതിയാണ്. അപ്പോൾ ആ കോടതിക്ക് മുൻപാകെ ഉള്ള ഒരു കേസിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായി, ഭരണഘടനാപരമായി, നിയമപരമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കുന്നതിന് മുൻപ് കേരള ഹൈക്കോടതിയിൽ പോയി പറയുകയാണ്, ഞങ്ങൾ തയ്യാറാണ് കേന്ദ്ര നിയമം നടപ്പാക്കാൻ, ഞങ്ങൾ തയ്യാറാണ് വഖഫ് ബോർഡിൽ മുസ്ലിം അല്ലാത്ത 2 അംഗങ്ങളെ ഉൾപ്പെടുത്താൻ തയ്യാറാണ് എന്ന് കേരള സർക്കാർ, UDF സർക്കാർ കേരള ഹൈക്കോടതിയിൽ പോയി പറയുകയാണ്. എത്രത്തോളം രാഷ്ട്രീയപരമായ പാപ്പരത്ത നിലപാടാണെന്ന് ഓർക്കണം. നോക്കൂ, പൊരുതി തോൽക്കുക എന്നൊരു നിലപാട് നമ്മൾ പറയാറില്ലേ, പൊരുതി തോൽക്കുക. ഇവിടെ പൊരുതാൻ പോലും തയ്യാറില്ല എന്നതാണ്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എവിടെയാണ്? മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എവിടെയാണ്? ഏതൊക്കെ വിഷയത്തിലാണ് രാഷ്ട്രീയത്തിൽ ഈ അധികാരത്തിലെത്തിയ ശേഷം 2 മാസത്തിനുള്ളിൽ ഈ പാർട്ടികൾ വെള്ളം ചേർക്കുന്നത്? PMCയുടെ കാര്യത്തിൽ 2 അംഗങ്ങളെ ചേർക്കാൻ തയ്യാറാണ് എന്നൊരു വാചകം തന്നെയാണോ പറഞ്ഞത് സംസ്ഥാന സർക്കാർ? 14 സ്ട്രിക്ട്ലി. ഞാൻ വായിക്കാം 2 അംഗങ്ങളാണോ? ഞാൻ പറയാം. ഗവൺമെന്റ് ഈസ് പ്രിപ്പയർഡ് ടു റീകോൺസ്റ്റിറ്റ്യൂട്ട് ദ ബോർഡ് strictly in compliance with the mandate of section 14 of the unified Waqf Board amendment. എന്ന് പറഞ്ഞാൽ എന്താ? സെക്ഷൻ 14 എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. അല്ല, കേൾക്കൂ, സെക്ഷൻ 14-ലെ ക്ലോസ് 1 സബ് ക്ലോസ് എഫ് കഴിഞ്ഞിട്ട് പറയുന്നു, പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് 2 of the total members of the board appointed under this subsection excluding ex officio members shall be non-Muslim. അപ്പോൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ ഇത് സ്ട്രിക്റ്റ്ലി പാലിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രിക്ട്ലി പാലിക്കണം എന്ന് കോടതിയുടെ ഉത്തരവ്, കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ശരി, പറഞ്ഞോളൂ, ഞാൻ എൻ്റെ സമയത്ത് പറഞ്ഞോളൂ. അതിൽ തർക്കമൊന്നുമില്ല. സെക്ഷൻ 14 എന്ന് പറയുന്നത് നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, അല്ലാത്ത 2 അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോർഡ് പുനഃസംഘടിപ്പിക്കും. അത് തന്നെയാണ് നിലപാട്. അത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം എവിടെ പോയി ആ നിലപാടിൽ എന്നാണ് എന്റെ ചോദ്യം. നോക്കൂ, നിങ്ങൾ
ഫണ്ടമെന്റലായി നിങ്ങൾ രാഷ്ട്രീയമായി, നിയമപരമായി, ഭരണഘടനാപരമായി വലിയ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട്, വലിയ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഉമീദ് പോർട്ടലിൽ നിങ്ങൾ മറ്റേ ഇത് സ്ഥലം ഇതിന്റെ സ്വത്തുക്കൾ മുനമ്പം വിഷയത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് 8ന്റെ പണി തന്നു പോയി എന്ന് പറഞ്ഞ് വലിയ വിവാദം ഉയർത്തിയ ലീഗും കോൺഗ്രസും ഒക്കെയാണ്. കോൺഗ്രസും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വലിയ വിവാദമുണ്ടാക്കി, വലിയ വിഷയമുണ്ടാക്കി ഉയർത്തിയവരാണ്. ഒരു രാഷ്ട്രീയമായി തിരിച്ചടിക്കുന്ന, രാഷ്ട്രീയമായി ലീഗിന്റെ രാഷ്ട്രീയത്തെ, കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിയമത്തിലെ വ്യവസ്ഥ ഞങ്ങളിതാ നടപ്പാക്കാൻ പോകുന്നുവെന്ന് കേരള ഹൈക്കോടതിയിൽ പോയി പറയുന്നത്. സുപ്രീം കോടതിയിലെ കേസ് എന്താവും ഇനി? സർക്കാർ ഒന്നാണല്ലോ, രാഷ്ട്രീയം ഇലക്ഷന് ശേഷമാണ് ആയിക്കോട്ടെ, ഇലക്ഷൻ മുമ്പോ ശേഷോ എന്തോ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞത് സുപ്രീം കോടതിയിൽ സർക്കാർ ഒന്നല്ലേ ഉള്ളൂ. അവിടെ കോൺഗ്രസും CPM-ഉം ഇടതുപക്ഷവും ഒന്നും ഇല്ലല്ലോ. സംസ്ഥാന സർക്കാരാണല്ലോ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഈ നിയമം പൂർണ്ണമായി നടപ്പാക്കാനാകില്ല എന്ന്. ഇവിടെ സംസ്ഥാന സർക്കാർ കേരള ഹൈക്കോടതിയിൽ പറയുന്നു ഈ നിയമം നടപ്പാക്കുമെന്ന്. അപ്പോൾ സർക്കാരിന്റെ നിലപാടെന്താകും, രാഷ്ട്രീയം എന്താകും? സുപ്രീം കോടതിയിലെ കേസിനെ തന്നെ ദുർബലപ്പെടുത്തുന്ന നീക്കമാണ് കേരള ഹൈക്കോടതിയിൽ കേരള സർക്കാർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.